ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ആദ്യം നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ടിട്ട് ഒരു ലൈറ്റായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് വരില്ലേ, ആ ഒരു ടൈം വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാനിൽ ഒരു 3-4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മാക്സിമം ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്താൽ ഇത് ഓവറായിട്ട് വെന്ത് പോകും. നമ്മുടെ സേമിയ ഇപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡ്രെയിൻ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ആ 2 മുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിനെ ഒരു പാനിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചിക്കിയെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മുട്ട ചിക്കിയ അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കടല ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ ഉള്ളി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ നമുക്ക് കാഷ്യൂസൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, അതേപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മുടെ സേമിയയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ആക്കരുത്, ഒന്ന് സൂക്ഷിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് വെച്ച ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ഒരു കുറഞ്ഞ ടൈമിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു. Bye bye.